ഹലോ ആയി കാണിക്കടാ. ഹലോ എല്ലാരും ഒന്ന് കൂവിക്കേ, ഉറക്കെ ഉറക്കെ. ആ കൂവിയർ എല്ലാരും ഒന്ന് കൈയടിച്ചേ. നമ്മള് ഒക്കെ പറഞ്ഞൊരു കാര്യം, നമ്മള് കുട്ടിയാവുമ്പോ നമ്മുടെ എന്റർടൈൻമെന്റ് മുഴുവൻ നമ്മൾ അഴിച്ചു വെക്കും. നമ്മളൊരു തോന്നലുണ്ടല്ലേ, ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ കൈയടിച്ചാലോ, ഞാൻ കൂവിയാലോ, ഇതൊക്കെ പ്രശ്നമാണല്ലേ. മറ്റുള്ള ഇതൊന്നും ഇല്ലാതെ കുട്ടികൾക്ക് എന്ത് കൂവല്, കയ്യടി, തുള്ളാൻ പറഞ്ഞാൽ തുള്ളും, കയ്യടിക്കാൻ പറഞ്ഞാൽ കയ്യടിക്കും. നമ്മളൊക്കെയാണ് ഈ ഇക്ക പറഞ്ഞതുപോലെ തിരിച്ചറിവ് കൊണ്ട് നമ്മളൊരു വലയം സൃഷ്ടിച്ചിട്ട് അതിനകത്ത് നിൽക്കുന്നൊരു പരിപാടി നമുക്കാവാറ്. കാരണം ഞാൻ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ്, അത്യാവശ്യം 10 പേര് അറിയുന്ന ആളാണ്, മറ്റവർ നോക്കും, ഇവർ നോക്കും. ഇത് കുട്ടികൾക്ക് ഇതില്ല. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ എന്റർടൈൻമെന്റും അഴിച്ചു വെച്ചുകൊണ്ട് പാട്ടും ഡാൻസും കളിയും ചിരിയുമായിട്ട് ആഘോഷിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇക്ക പറഞ്ഞ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ദൈവം തന്നേക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ ആസിക്കായിട്ടുള്ള ഒരു ജീവിതം, എൻ്റെ കലാജീവിതത്തിൽ കിട്ടിയത്. അപ്പോൾ ഇക്കയുടെ കൂടെ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള നിമിഷങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഭാഗ്യത്തിന്റെ കൂടെയാണ് എനിക്ക് ഇന്ന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, നിങ്ങളോടൊപ്പം ഇന്നത്തെ ദിവസം പങ്കിടാൻ കിട്ടിയത്. അപ്പോൾ എനിക്കറിയാവുന്നത് മിമിക്രിയാണ്. അപ്പോൾ മിമിക്രിയൊക്കെ അവതരിപ്പിക്കും. മിമിക്രി ഇഷ്ടമാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ? മോഹൻലാൽ. അപ്പൊ ഞാൻ ഫസ്റ്റ് മോഹൻലാലിന്റെ ശബ്ദം ചെയ്യട്ടെ. മോഹൻലാല് നന്നാകണം, കൈയടിക്കണം കേട്ടോ. വേദിയിൽ സംസാരിക്കുന്ന മോഹൻലാലിന്റെ ശബ്ദം വേണോ, സിനിമയിലെ ഡയലോഗ് വേണോ? സിനിമയിലെ ഡയലോഗ് വേണം. അപ്പൊ ഞാൻ ലൂസിഫർ എന്ന സിനിമ കണ്ടിരുന്നു. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി വർമ്മശാല, നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് രാഷ്ട്രീയം എന്നുള്ളതാണ്. നമ്മളെ ജനങ്ങൾക്ക് സൗജന്യമായി ഏറ്റവും വലിയ യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. വലിയ തിന്മയും ചെറിയ തിന്മയും തമ്മിൽ. ഇത് വലിയ തിന്മയാണ്. ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല. ഇഷ്ടപ്പെട്ടോ? ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരേണ്ടതാണ് അടുത്തത്. മമ്മൂട്ടി വരണ്ടേ? മമ്മൂക്ക വരണ്ടേ? അപ്പൊ നമുക്ക് ആ ഓണാശംസ പറയാൻ നമുക്ക് മമ്മൂക്കയെ വേദിയിലേക്ക് ക്ഷണിക്കാം. ഒരുപക്ഷെ നിങ്ങളെല്ലാം കാണാൻ സാധിച്ചത് മഹാഭാഗ്യമായിട്ട് വിശ്വസിക്കുന്നതാണ് ഞാൻ. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭാര്യാഭർത്തൃ ബന്ധമെന്ന് പറയുന്നത് വളരെ പവിത്രമായൊരു ബന്ധമാണെന്ന് വിശ്വസിക്കുന്നതാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ രക്തബന്ധമല്ല. അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏടത്തി, വല്യച്ഛൻ, വല്യമ്മ എന്നൊക്കെ പറയുന്നത് രക്തബന്ധമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രക്തബന്ധമല്ലാത്ത ഈ ബന്ധത്തിൽ നിന്നാണ് ബാക്കി എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്നേഹത്തോടെയും ഐശ്വര്യത്തോടെയും ഈ കൊല്ലത്തെ ഓണം നിങ്ങൾക്ക് ആഘോഷിക്കാൻ സാധിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓണാശംസ. അപ്പൊ ഞാന് സുരേഷ് ഗോപിയോ പിന്നെ എടുത്തേക്കാം. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ല. എന്തായാലും നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഓണം എന്ന് പറയുന്നത് നന്മയുടെ, സ്നേഹത്തിന്റെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. എല്ലാവർക്കും സ്നേഹം വാനോളം ഉണ്ടാവട്ടെ. അനുനിമിഷം നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ